ടോട്ടോ-ചാൻ്റെ ശരിയായ പേര്. ടോട്ടോ-ചാൻ്റെ ശരിയായ പേര് തെസുക്കോ എന്നായിരുന്നു. അവളുടെ ജനനത്തിന് മുമ്പ് ബന്ധുക്കളും കുടുംബ സുഹൃത്തുക്കളുമൊക്കെ ഉറപ്പിച്ചു പറഞ്ഞു ആൺകുട്ടി തന്നെ ആയിരിക്കും. കടിഞ്ഞൂൽ പ്രസവമായതുകൊണ്ട് അച്ഛനും അമ്മയും അത് വിശ്വസിച്ചു. മകന് ടോറു എന്ന് പേരിടാൻ അവർ നിശ്ചയിച്ചു. തുളച്ചു കയറുന്നത്, ശബ്ദം പോലെ മുഴക്കവും സ്ഫുടതയുമുള്ളത് എന്നൊക്കെയാണ് ടോറു എന്ന വാക്കിനർത്ഥം. ചൈനയിൽ നിന്ന് വന്ന ആ പദത്തിന്റെ പുരുഷ ലക്ഷണങ്ങൾ അവർക്കിരുവർക്കും വല്ലാതെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ജനിച്ചത് പെൺകുട്ടിയായിരുന്നു. അല്പം നിരാശ തോന്നിയെങ്കിലും ടോറുവിന്റെ ചൈനീസ് രീതിയിലുള്ള ഉച്ചാരണമായ തെസു എന്നവർ തിരഞ്ഞെടുത്തു. പെൺകുട്ടികളുടെ പേരിനോട് ജപ്പാൻകാർ സാധാരണ ചേർക്കാറുള്ള കോ എന്ന പ്രത്യയം കൂടി ചേർത്തപ്പോൾ അത് ശരിക്കും ഒരു പെണ്ണിന്റെ പേരായി. ഏവരും അവളെ തെസുക്കോ-ചാൻ എന്ന് വിളിക്കാൻ തുടങ്ങി. ജപ്പാൻകാർ പേരിനോട് ചേർത്ത് വിളിക്കാറുള്ള സാൻ എന്നതിന്റെ കൂടുതൽ ജനകീയമായ രൂപമാണ് ചാൻ. കൊച്ചു ടോട്ടോ ആ വളഞ്ഞുകുത്തിയ പേര് ഇഷ്ടപ്പെട്ടില്ല. ചോദിച്ചവരോടെല്ലാം അവൾ പറഞ്ഞു ടോട്ടോ-ചാൻ. ചാൻ എന്നതും തന്റെ പേരിന്റെ ഭാഗം തന്നെ എന്നായിരുന്നു അവളുടെ ധാരണ. ഒരു ആൺകുട്ടി എന്ന പോലെ അച്ഛൻ അവളെ ടോട്സ്കി എന്ന് വിളിക്കുമായിരുന്നു. ടോട്സ്കി, അച്ഛനെ ഒന്ന് സഹായിക്കേ, അദ്ദേഹം പറയും. ടോട്സ്കി, നമുക്കേ ഈ റോസാ ചെടികളിൽ നിന്ന് പൂച്ചകളെ ഒക്കെ അടിച്ചു ഓടിക്കണം ട്ടോ. മറ്റെല്ലാവരും അവളെ ടോട്ടോ-ചാൻ എന്ന് വിളിച്ചു വന്നു, അച്ഛനും റോക്കിയും ഒഴികെ. സ്കൂളിലെ നോട്ട്ബുക്കിൽ തെസുക്കോ എന്ന് എഴുതിയിരുന്നെങ്കിലും അവൾ തന്നെ സ്വയം സങ്കല്പിച്ചത് ടോട്ടോ-ചാൻ ആയിട്ടായിരുന്നു.